ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസിപ്പ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നിങ്ങൾ ആരും പേടിക്കണ്ട, നമ്മുടെ ഷിംജിത മുസ്തഫ എവിടെയും പോയിട്ടില്ല. ആള് പരിസരത്ത് അവിടെ എവിടെ ഉണ്ടെന്നാണ് കേട്ടോ അറിഞ്ഞത്. ഇനിയിപ്പോൾ ദുബായി പോയ ഒരാൾ വരും. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കറക്റ്റായിട്ട് ആൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ആള് പുറത്ത് വരാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളിപ്പോൾ കുറച്ച് റീച്ച് ആയല്ലോ. അപ്പോൾ ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല, ഫാൻസിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. കൂടെ കുറച്ച് നമ്മുടെ പോലീസ് യൂണിഫോമിലുള്ള കുറച്ച് ഗാർഡ്സൊക്കെ വേണം ആൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങ് ഇറങ്ങണമെങ്കിൽ. അതും പോരാഞ്ഞിട്ട് ഈ ഈ 2 കൈ അകലത്തിൽ ആ ഡിസ്റ്റൻസും പോരാ ആൾക്ക് നടക്കാൻ. അതായത് ഒരു 2 ബെൻസ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നതിൻ്റെ ആ ഡിസ്റ്റൻസ് വേണം ആൾക്ക് നടക്കാനൊക്കെ ആയിട്ട്. അപ്പം അതിനുള്ള വെയിറ്റിങ്ങിനാണ്. ലോത്തികൾ അവള് വരും, നിങ്ങൾ പേടിക്കണ്ട. അപ്പം നമുക്ക് വരുമ്പോൾ നമുക്ക് മാലയൊക്കെ ഇട്ട് സ്വീകരിക്കാം. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. നമ്മുടെ നമ്മുടെ ഈ പ്രോബ്ലം ഉണ്ടായപ്പോൾ എൻ്റെ കുറേ പേര് റിയാക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും റിയാക്ട് ചെയ്തിട്ട് ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അതിലൊരു ഒരാൾ റിയാക്ട് ചെയ്ത വീഡിയോയിൽ എനിക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഹായ്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അജയ് ഉണ്ണി എന്ന് പറയുന്നൊരു ആളാണ് ആ വീഡിയോ ഇട്ടത്. അപ്പം നമുക്കുള്ള അതേപോലെ അയാൾ ഒരു പക്ഷേ ആ ഒരു വിഷമത്തിൽ ആ ഫീലിങ്സിൽ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ അവിടെ ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ടൊരു കാര്യം ആൾ പറഞ്ഞു. വേറെ ഒന്നുമല്ല, എന്താ മീൻസ് എനിക്ക് ആ ആൾ പറഞ്ഞ വോയിസ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ടൈപ്പ് ചെയ്ത് ഇട്ടേക്കുന്നത്. കാരണം എൻ്റെ ചാനലിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വരും, കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അയാളുടെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആളെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ്, ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ, നിങ്ങൾ മരിക്കാൻ പോകും, നിങ്ങൾക്ക് ജീവിക്കണ്ട, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുന്നേ ആരാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ലൈക്ക് എന്താ പറയുക, ആര് കാരണമാണോ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടായത് അവരെ പോയി പീഡിപ്പിച്ചോളാൻ, എന്നിട്ട് പോയിട്ട് അന്തസ്സായിട്ട് പോയി മരിച്ചോളാൻ പറയുന്നുണ്ട്. അത് ഭയങ്കര നെഗറ്റീവ്, റോങ് ആയിട്ടുള്ള കാര്യം. കാരണം ആള് രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കണമായിരുന്നു. ലൈക്ക് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം എന്താ പറയുക, നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ആളുണ്ടല്ലോ, ആ ചേട്ടൻ. അപ്പം ആ ചേട്ടൻ്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇൻ കേസ് ഇയാൾ പറഞ്ഞ പോലെ എന്തായാലും മരിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തു, മാനസികമായിട്ട് തയ്യാറെടുത്തു, ഞാൻ എന്തായാലും മരിക്കാൻ പോവാ, എനിക്കിനി ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ആ പെണ്ണിനെ പോയി റേപ്പ് ചെയ്യുന്ന വിചാരിച്ചോ. റേപ്പ് ചെയ്തിട്ട് വന്നിട്ട് ഈ പുള്ളി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അപ്പം എപ്പോഴും ചീത്തപ്പേര് ആർക്കാ? അപ്പോഴും ഈ പറഞ്ഞ ചേട്ടൻ തന്നെയല്ലേ. അപ്പം എന്താ, മുട്ടി ഒരച്ചി എന്നുള്ളൊരു പേര്. ആ ഒരു റീസൺ വന്ന് കളഞ്ഞിട്ടാണല്ലോ ആൾ പോയത്. അതും പോരാഞ്ഞിട്ട് ഇയാൾ റേപ്പും കൂടി ചെയ്തിട്ടാ മരിച്ചതെന്നുള്ള രീതിയിലാവണോ? അത് ബാക്കി ആ ചേട്ടൻ്റെ ഫാമിലിക്കും ജീവിക്കാനുള്ളതല്ലേ ഇനി മുന്നോട്ട്. അപ്പോൾ നിങ്ങളപ്പോൾ എല്ലാ രീതിയിലും ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക പറയാനായിട്ട്. കാരണം ചിലപ്പോൾ ഇത് കേട്ടിട്ട് ആൾക്കാർ എന്താ പറയുക, ഇതേപോലെ പ്രവർത്തിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ അങ്ങനെ പാടില്ല. ഓക്കെ, ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ഒരു പുരുഷന് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ അല്ല പരിഹരിക്കേണ്ടത്. അതിന് നിയമ നടപടികളുണ്ട്. സോ നിങ്ങളത് ഫോളോ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീക്കാണ് അത് സംഭവിച്ചെങ്കിൽ നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടരുത്.
നിങ്ങളത് പോയിട്ട് നിയമത്തിൻ്റെ രീതിയിലായിട്ട് പോവുക. ഓക്കെ. അപ്പോൾ റീച്ചിന് വേണ്ടി ആരും ഈ മാതിരി സംസാരങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത് പ്ലീസ്. ഓക്കെ. കാരണം നമ്മുടെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നാക്കാന്നല്ലാണ്ട് അവരെ വീണ്ടും അതപതിച്ച് താഴോട്ടിടരുത്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കാണിച്ചില്ലേ, അപ്പോൾ ആ പുള്ളിയായിട്ട് പേഴ്സണലി എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പം അതിനെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യണം. ബൈ ബൈ.